സർക്കാർ ഗവർണർ പോര് ശക്തമാകുന്നു. സർക്കാരിന്റെ പാനൽ തള്ളി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ചിരുന്നു. നിയമനം റദ്ദാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്ത് ഗവർണർ അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി അംഗീകരിച്ചാണ് നിയമനമെന്നാണ് അതേസമയം രാജ്ഭവൻ പറയുന്നത്. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഈ താൽക്കാലിക വിസിമാരുടെ നിയമനം സർക്കാർ പാനലിൽ നിന്നാകണം എന്ന സുപ്രീം കോടതി അതിന്റെ നിർദ്ദേശം അതാണ് ഒരുപക്ഷെ ചാൻസലർ കൂടിയായ ഗവർണർ തള്ളിയിരിക്കുന്നത്. പക്ഷേ രാജ്ഭവൻ പറയുന്നത് സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമനമെന്നാണ്. തീർച്ചയായും സ്വപ്ന, ഈ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഈ താൽക്കാലിക വിസിമാരെ നിയമിക്കുന്നത്, അതായത് വിസിമാരുടെ പുനർനിയമനം സംബന്ധിച്ച കാര്യത്തിലാണ് ഈ ഗവർണറും സർക്കാരുമായിട്ടുള്ള പോര് വീണ്ടും കനക്കുന്നത്. ഈ ഒരു താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിലാണ് നിയമിച്ചത്. സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനമെന്നാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം. കാരണം ഈ പിരിച്ചുവിട്ടവരെ പുനർനിയമിക്കാമെന്ന സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്ഭവൻ ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. എന്നാൽ സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം ഈ വിസിമാരെ ഇനി പുനർനിയമിക്കുന്നതെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. ആ പാനലിനെ പാടെ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്ഭവൻ പറയുന്നത് അനുസരിച്ച് ഈ സുപ്രീം കോടതി വിധിയിൽ ഈ പുനർനിയമനവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടവരെ പുനർനിയമിക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാരമാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലുമായി ഡോക്ടർ സിസാ തോമസിനെയും ഡോക്ടർ കെ ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചത്. എന്നാൽ ഈ സുപ്രീം കോടതി വിധിയെ മാനിക്കാത്ത തരത്തിലുള്ളൊരു ഇടപെടലാണ് ഇത്തരത്തിൽ ഗവർണറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സർക്കാർ പറയുന്നത്. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാൻസലറും സർക്കാരുമായി ഒരു സമവായത്തിലെത്തണം, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മാസം 13-ന് സുപ്രീം കോടതി ഈ കാര്യം വീണ്ടും പരിഗണിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരിക്കും സർക്കാരും ശ്രമിക്കുന്നത്. സ്വപ്ന, സർക്കാർ ഗവർണർ പോര ഒരിടവേളയ്ക്ക് ശേഷം വലിയൊരു തലത്തിലേക്ക് പോവുകയാണ്, കൂടുതൽ സ്വാരസ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. സർക്കാരിൻ്റെ പാനൽ തള്ളി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിൽ നിയമിക്കുന്ന സാഹചര്യം. മുഖ്യമന്ത്രി നൽകിയ കത്ത് ഗവർണർ അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി അംഗീകരിച്ചുള്ള നിയമനമെന്നാണ് രാജ്ഭവൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്.